അപ്പൊ നിങ്ങളിപ്പോ കണ്ടു നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മളിപ്പോ ഇവിടെ പാക്ക് ചെയ്തെടുത്തത്. അപ്പൊ ഇത് 1/2 ലിറ്ററിന്റെ ബോട്ടിലാണോ അല്ലേ? എങ്ങനെയാണ് നമ്മുടെ ഈ വെളിച്ചെണ്ണ സത്യം പറഞ്ഞാൽ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നത്? വെളിച്ചെണ്ണ ഉണ്ടാക്കിയെടുക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇതിന്റെ നമുക്ക് ഒന്ന് സ്പീഡിലൊന്ന് പറഞ്ഞു തരാൻ പറ്റും, ഇതിന്റെ പ്രോസസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. നമ്മള് ഇവിടുന്ന് കർഷകരിൽ നിന്ന് തന്നെയാണ് നേരിട്ട് സംഭരിക്കാണ് തേങ്ങ സംഭരിച്ചിട്ട് ഇവിടെ ഇലക്ട്രിക് ഡ്രയർ ഉണ്ട്. ഡ്രയറിലാണ് ഉണക്കുന്നത്? അതെ, ഡ്രയറിലാണ് ഉണക്കുന്നത്. നേരെ എക്സ്പെല്ലറിലിട്ട് ആട്ടി എണ്ണയാക്കി അത് ലാസ്റ്റ് പ്രോസസ്സിങ് പിന്നെ ക്ലീൻ ചെയ്യാന്നുള്ളതാണ്. അത് നമ്മൾ മട്ട് നീക്കാൻ വേണ്ടിട്ട് ക്ലീൻ ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്, പാക്കിങ്ങിലേക്ക് വരുന്നത്. നമുക്കിവിടെ കാണാം നല്ല അടിപൊളിയായിട്ടുള്ള ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. ഇത് 1/2 ലിറ്ററിന്റെ ബോട്ടിൽ അല്ലേ? 1/2 ലിറ്ററിന്റെ ബോട്ടിലാണ്. 1/2 ലിറ്ററിന്റെ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ്. അപ്പൊ ഈ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത് മെയിൻ ആയിട്ടൊരു സംഭവമാണ് നമ്മുടെ ഈ ഒരു മെഷീൻ വരുന്നത് അല്ലേ? അതെ. ഇതെന്താ ഈ മെഷീന്റെ ഒരു യൂസ് വരുന്നത്? മെഷീന്റെ യൂസ് ഉണക്കാന്നുള്ളതാണ്. 24 hours കൊണ്ട് നമുക്ക് കൊപ്രായി കിട്ടും. അത് ഡെൽമാർക്കിന്റെ മെഷീനാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ മൊത്തത്തിൽ നമുക്ക് കൂട്ടിയിട്ട് ബൾക്കായിട്ട് ചെയ്യാന്നുള്ളതാണ്. ഏകദേശം 1200 നാളികേരം നമുക്ക് ഒരേ സമയം എടുക്കാൻ പറ്റില്ല. അപ്പൊ 1200 നാളികേരം ഒരേ സമയം കൂട്ടിയിട്ട് ഉണക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ബൾക്ക് ഡ്രയറാണ് ഇവിടെ വരുന്നത്. ഈ ഡ്രയറിലാണ് നമ്മൾ നാളികേരം ഉണക്കി കൊപ്രയൊക്കെ എടുക്കുന്നത്. അത്രയും ഹൈജീനിക് ആയിട്ടാണ് ഇവിടെ കൊപ്ര വരെ നമ്മൾ ഉണക്കി എടുക്കുന്നത്. അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുള്ള കൊപ്ര എന്നുള്ള വെളിച്ചെണ്ണയാണ് നിങ്ങളിവിടെ കാണുന്നത്. അപ്പൊ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണ സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു സ്ഥാപനത്തിന്റെ ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ കയറി കാണാവുന്നതാണ്.